അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഓണാഘോഷം കണ്ടിട്ട് വരാം. ഒരു ഗൾഫ് രാജ്യത്ത് നിന്നുള്ള ഓണാഘോഷ പരിപാടിയുടെ ഒരു ദൃശ്യം ചെറിയ ഒരു മാപ്പിളപ്പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കണ്ടിട്ട് നമുക്ക് വന്നാലോ. ഒരു കല്യാണപ്പാട്ടിന്റെ. അപ്പൊ എന്തായാലും ഉടനെ ജുമൈലത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ നമ്മൾ കണ്ടു. ഇങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവാം. വ്യത്യസ്തമായിട്ടുള്ള ദൈവവിശ്വാസങ്ങളും ആരാധനക്രമങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാവാം. അവിടെയൊക്കെ നമുക്ക് മനുഷ്യർ പരസ്പരം സഹകരിച്ചും സന്തോഷിച്ചും അത് പങ്കിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാവുക എന്നതാണ് ലോകത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള ഏക മാർഗം. മനുഷ്യർ പരസ്പരം സഹകരിച്ചും പരസ്പരം അംഗീകരിച്ചും പരസ്പരം ബഹുമാനിച്ചും മുന്നോട്ട് പോവുക എന്നതാണ് സമാധാനത്തിനുള്ള ഏക പോംവഴി. അതുകൊണ്ട് ഇത്തരം കാഴ്ചകൾ വളരെ സന്തോഷം തരുന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യർ പരസ്പരം സ്നേഹിക്കാവുന്ന ഇടങ്ങൾ കണ്ടെത്തുക എന്നതാണ് പിന്നെ എൻ്റെ ഒരു സങ്കല്പം, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ചുള്ളത് അതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓണാഘോഷം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആഘോഷങ്ങളും ഉണ്ടാവുന്ന സമയത്ത്, ഓണമാവാം, ക്രിസ്മസ് ആവാം, മറ്റേതെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ഒരു 1.5-2 പതിറ്റാണ്ടിനകം നമ്മുടെ കേരളത്തിൽ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതായത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പാടുണ്ടോ ഇല്ലേ, ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നിത്യാദി അശ്ലീല ചർച്ചകൾ പൊതുസമൂഹത്തിനിടയിൽ പബ്ലിക്കായിട്ട് നടത്തുന്നതിൽ പുതിയ കാലത്ത് ഏകദേശം ഒരു 15-20 വർഷത്തിനകത്തുള്ള കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം, കേരളത്തിൽ പ്രത്യേകിച്ച്, അത് വല്ലാതെ അത് പെരുകി വരുന്നതായിട്ട്, അതിങ്ങനെ കൂടി വരുന്നതായിട്ട്, അതിൻ്റെ ഒരു ശല്യം, അതൊരു പൊതു ശല്യമായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഓണത്തിന് ചോറ് തിന്നണമെങ്കിൽ തിന്നാ, പായസം കുടിക്കണമെങ്കിൽ കുടിക്കുക. ഇതിങ്ങനെ പബ്ലിക്കിലിട്ട് അലക്കുന്ന ഒരു പ്രവണത ഏറി വരുന്നുണ്ട്. അതെന്തൊരു ഫാഷൻ ആയിട്ടൊക്കെയാണ്. അതായത് തങ്ങളുടെ വിശ്വാസത്തിലെ കൃത്യതയും വ്യക്തതയും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് കിതാബ് നോക്കി വയലു പറയുന്ന ഒരു അസ്ക്യത, ഒരു സൂക്കേട്. ആ സൂക്കേട് കുറച്ചു കാലമായിട്ട് കേരളത്തിലെ സലഫി പണ്ഡിതന്മാരിൽ തുടങ്ങി. ഇപ്പൊ ആ സലഫിസം അല്ലെങ്കിൽ വഹാബിസം നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അല്ലെങ്കിൽ സുന്നികൾക്കും എപികൾക്കും ഈക്കകൾക്കും ഒക്കെ വ്യാപിച്ച് പടർന്ന് പന്തലിച്ച് ആകെ അതൊരു കുരുവായി കിടക്കുകയാണ്. ഇപ്പൊ ഓണാഘോഷം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ചില കുരു ഒന്നിച്ച് പൊട്ടാൻ തുടങ്ങും. അപ്പൊ അത്തരം ഒരു കുരു പൊട്ടുന്ന രീതി, അല്ലെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ മതം പറയുന്ന നിലപാട്
മതേതരമായ വിദ്യാഭ്യാസ സ്ഥാപനം, മതേതരം എന്നൊന്നും ഇപ്പൊ അതിനെ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അതേ വിദ്യാലയത്തിലെ അധ്യാപിക മതത്തെ മുൻനിർത്തി വർഗീയമായിട്ട് ഉള്ള ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള പ്രേരണയാൽ സന്ദേശം അയക്കുകയാണ് അതേ സ്കൂളിൽ, ആ അധ്യാപിക പഠിപ്പിക്കുന്ന സ്കൂളിൽ നടക്കാൻ പോകുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് മുസ്ലിം കുട്ടികൾ ആരും പറഞ്ഞയക്കരുത്, നമ്മളതിൽ പങ്കെടുക്കരുത്, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ എന്ന തരത്തിൽ അങ്ങേയറ്റം മലിനമായ ഒരു ചിന്ത പ്രസരിപ്പിച്ച ഒരു അധ്യാപികയുടെ വാർത്ത ഇടക്കാലത്ത് പുറത്തു വന്നു. 2 ദിവസം മുൻപാണ്. എന്നാൽ അതിന്റെ പുറകെ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു അധ്യാപികയുടെ ഓഡിയോ പുറത്തു വന്നു. അത് അതിനേക്കാൾ മാരകമായ ചില പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ സാധാരണഗതിയിൽ പറയുന്ന ഒരു പ്രശ്നമാണ്, എങ്കിലും അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ പരാമർശിച്ചു പോകാം. നമുക്ക് ആ 2 ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കാം. അത് കഴിയുമ്പോഴാണ് രസം. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ പച്ചക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് വർഗീയവാദി എന്ന് വിളിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഒരു മുസ്ലിം ലീഗിന്റെ അസ്ക്യതയുള്ള ആളാണെന്ന് തോന്നുന്നു, ഒരു മുസ്ലിം ലീഗിന്റെ അസ്ക്യതയുള്ള ഒരു സുന്നി, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ EK സുന്നിക്കാരൻ ഇത്തരം കാര്യങ്ങൾ, മുസ്ലിങ്ങളൊക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ, അല്ലെങ്കിൽ അതിനോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ വേറെ ഒരു സൂത്രം, ആ സൂത്രം കൂടിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ഈ 3 വീഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതിലിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് സ്ഥിരം എല്ലാവരും കേട്ട് തഴമ്പിച്ച ഓണം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നത് ഹിന്ദുക്കളുടെ ആചാരമാണ്, അതൊരു ആഘോഷിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് ഇപ്പൊ അൻസാരി സുഹരീനെ പോലുള്ള ആൾക്കാര്, പള്ളിയിലച്ചന്മാരും ഇതന്നെ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങൾ മാത്രമല്ല ഓലും എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇതിന്റെ പ്രശ്നം ഒരു വ്യക്തിക്ക് അയാളുടെ വിശ്വാസം അനുസരിച്ച് ഓണാഘോഷത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഒരു പൊതു വിദ്യാർത്ഥികൾ, എല്ലാ വിഭാഗത്തിലും പെടുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ആ സ്കൂളിലെ ഒരു അധ്യാപിക തന്റെ വിദ്യാർത്ഥികളിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകമായി മതത്തിന്റെ ബേസിൽ ശബ്ദം അയക്കുന്നത്, ഓഡിയോ അയക്കുന്നത്, അത് വർഗീയതയാണ്, അത് വിഭാഗീയ പ്രവർത്തനമാണ്, അത് വർഗീയതയാണ്. അതാണ് ഈ സന്ദേശത്തിലുള്ള പ്രശ്നം. മറ്റേത് നമ്മൾ ഈ സ്ഥിരം പല്ലവികൾ മൗലവിമാര് സ്വന്തം നിലക്ക് പറയുന്നതൊക്കെ നമുക്ക് ആ അർത്ഥത്തിൽ എടുക്കാം, ആ രീതിയിൽ അതിനെ പരിഗണിക്കുകയും ചെയ്യാം. കാരണം അത് അങ്ങനെ വിടുവായത്തം പറയും, മൗലവിമാർ ഒരു ഭാഗത്ത് വിടുവായത്തം പറയും, മറ്റൊരു ഭാഗത്ത് ഓണാഘോഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ മാപ്പിളപ്പാട്ടിന്റെ അകമ്പടിയിൽ നല്ല ഓണാഘോഷം നടക്കും. മുസ്ലിം പെൺകുട്ടികൾ എല്ലാവരും പട്ടുപാവാട എടുത്ത് ധാവണി ഉടുത്ത് പട്ടുസാരി ചുറ്റി സ്കൂളുകളും കോളേജുകളിലും ആർത്തുല്ലസിച്ച് പൂക്കളമിട്ട് അടിപൊളിയായിട്ട് ഓണാഘോഷിക്കും. മൗലവിമാര് സ്റ്റേജ് മക്കർന്ന് നിലയും വിളിയും കൂടും. അതൊന്നും മുസ്ലിം ഉമ്മത്തിലെ പുതിയ തലമുറയിലെ കുട്ടികൾ കാര്യമാക്കുന്നില്ല. അപ്പൊ ഏതോ മൗലവിമാർ എവിടെയിരുന്ന് എന്തോ നിലവിളിക്കുന്നത് പോലെയല്ല എല്ലാ വിഭാഗത്തിലും പെടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപിക ആ സ്കൂളിലെ തന്റെ വിദ്യാർത്ഥികളിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകമായി മതത്തിന്റെ പേരിൽ സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞിട്ട് ശബ്ദ സന്ദേശം അയക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണ്, വർഗീയ പ്രവർത്തനമാണ്, വെച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തതാണ്, മലിനമായ ചിന്തയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അതിന്റെ പ്രേരണ തീവ്ര വഹാബി തൗഹീദാണ്. ആ അധ്യാപിക വഹാബി ആണെങ്കിലും ശരി, ജമാഅത്തുകാരി ആണെങ്കിലും ശരി, സുന്നി ആണെങ്കിലും ശരി, അതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിനുള്ളതാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം ആരുമായിട്ട് സഹകരിക്കാതെ ഭയങ്കര എക്സ്ക്ലൂസീവായിട്ട് മാറി നിൽക്കുന്ന ഒരു മതമാണ്. ഭയങ്കര റിജിഡ് ആയിട്ടുള്ള, ഒന്നും പരസ്പരം പങ്കുവെക്കാൻ കഴിയാത്ത തരത്തിൽ സങ്കുചിതമായിട്ടുള്ള ചിന്തയാണ് എന്നതിന്റെ തെളിവാണ്. അതേ സമയത്ത് അങ്ങനെ വിട്ടു നിൽക്കാൻ ഈ അധ്യാപകർക്ക് അനുവാദമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ തന്റെ വിദ്യാർത്ഥികളിലെ ഒരു വിഭാഗത്തിന്റെ രക്ഷിതാക്കളെ മതം പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒരു ശബ്ദ സന്ദേശം അയക്കുന്നത് കടുത്ത തെറ്റാണ്, ഗുരുതരമായ കുറ്റമാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ആ സ്കൂളിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അർഹയല്ലാത്ത തരത്തിൽ അവരുടെ പ്രവർത്തനം അവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥ, മാനസിക നില, അത് വളരെ 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 പ്രധാനമാണ്. അതിൽ ഇത്തരം മലിന ചിന്തകൾ പേറുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ അത് വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ എന്നാൽ ഇതേ സ്കൂളിൽ നിന്ന് പുറത്തു വന്ന മറ്റൊരു ഓഡിയോ ക്ലിപ്പ് ഇതിനേക്കാൾ കൂടുതൽ
നമ്മളെ ഞെട്ടിക്കുന്നതും ചിന്തിപ്പിക്കേണ്ടതുമാണ്. അതിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക്, അതായത് KG സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ്. അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോ ഇതാണ് അടുത്ത ഒരു പ്രശ്നം. ഇതിൽ പറയുന്നത് എല്ലാ ജാതി മതസ്ഥരും പഠിക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ അതില് സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഇത്തവണത്തെ ഓണാഘോഷം ഒന്ന് ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്, അവർ അവകാശപ്പെടുന്നത്. പക്ഷെ സ്കൂൾ മാനേജ്മെന്റ് ഈ വാർത്ത വിവാദമായപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ കൊടുത്തുള്ള പ്രതികരണം അനുസരിച്ച് അവർ ഇതുമായിട്ട് സ്കൂളിന് ബന്ധമില്ല, സ്കൂളിന്റെ അറിവോടെയല്ല, പ്രിൻസിപ്പളുടെ അറിവോടെയല്ല ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ഓഡിയോ സന്ദേശം അയച്ചിട്ടുള്ളതെന്നും സ്കൂളിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതൊന്നും രക്ഷിതാക്കൾ കുട്ടികൾ കാര്യമാക്കില്ല. ഇതുകൊണ്ട് ആകെ ഉണ്ടാവുന്ന ഗുണം ഇതൊക്കെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഇങ്ങനെ വിരുന്നൊരുക്കി കൊടുക്കുക, അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു കണ്ടന്റ് തരാം എന്നതാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണം. മുസ്ലിം കുട്ടികളൊന്നും നിങ്ങൾ ഈ ഉസ്താദുമാരുടെ പിത്തലാട്ടവും ഇത്തരം വർഗീയ ചിന്തകൾ പേറുന്ന അധ്യാപികമാരുടെ വോയിസ് നോട്ടിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കൂല. അവർ നാളെ പൂക്കളം ഇടുകയും അവർ ആഘോഷിക്കുകയും അവരെ അർമാദിക്കുകയും അവർ പായസം കുടിക്കും, സദ്യ കഴിക്കും, അവർ പുലി കളിക്കും, തുള്ളിച്ചാടും, ഊഞ്ഞാലാടും ഒക്കെ ചെയ്യും. അതുകൊണ്ട് മുസ്താദുമാരുടെയും ഈ മലിന ചിന്ത പേറുന്ന ഈ മത അധ്യാപികമാരുടെയും ഒക്കെ കൃമികടി അങ്ങനെ പ്രകടിപ്പിക്കാം എന്നല്ലാതെ ഇതൊന്നും പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. കാരണം നമ്മള് ഈ കാലയളവിനിടയിൽ ഏറ്റവും നന്നായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്ത വർഷങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ വർഷം. അതിന്റെയൊക്കെ വീഡിയോകൾ പുറത്തു വന്നു. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഈ വർഷം സ്കൂളിലും കോളേജുകളിലും ഒക്കെ മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന്റെയും അവരെ വലിയ രീതിയിൽ അത് ആഘോഷമാക്കുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ പുറത്തു വരാൻ നിൽക്കുന്നുള്ളൂ. അപ്പോ അത് ഒരു ഭാഗത്ത് നടക്കും. അതിനൊരു പരിധി വരെ സഹായകരമാകുന്നത് ഇവരുടെ ഇത്തരം ഈ മലിന ചിന്തകൾ പുറത്തു വരുമ്പോൾ അത് മാലിന്യമാണെന്ന് തിരിച്ചറിയാനും അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവർക്ക് പോലും അതിൽ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞ ടീച്ചർ പറഞ്ഞ ഒരു പ്രശ്നം, അതിൽ തിബിയാനിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു. തിബിയാൻ എന്ന് പറയുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ, പ്രീ KG KG ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ചില മത അധ്യാപന പരിപാടികളുണ്ട്. ഞാൻ അൽ ഫിത്ര എന്ന പേരിൽ പറയാറുള്ളതാണ്. അൽ ഫിത്ര എന്ന് പറയുന്നതും ഈ തിബിയാൻ എന്ന് പറയുന്നതും ഒക്കെ സമാനമായിട്ടുള്ള ചില ആശയങ്ങളാണ്. ഇത് ചെറിയ പ്രായത്തിലുള്ള, അതായത് നഴ്സറി കുട്ടികൾ, അതേപോലെ തന്നെ ഈ പ്രീ KG ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ബാലവാടി, അംഗൻവാടി തുടങ്ങിയിട്ടുള്ള ഒരു 2.5 വയസ്സ് 3 വയസ്സ് മുതലുള്ള കുട്ടികളെ പൊതു അംഗൻവാടികളിലോ ബാലവാടികളിലോ അതല്ലെങ്കിൽ നഴ്സറി സ്കൂളുകളിലോ പ്രീ KG ക്ലാസ്സുകളിലോ ഒക്കെ പൊതുവായിട്ട് വിടുമ്പോൾ അവിടെ ആ മുസ്ലിം കുട്ടികൾ മറ്റു മതസ്ഥരായിട്ടുള്ള കുട്ടികളുമായിട്ട് ചേർന്നാണല്ലോ ഇടപഴകുന്നത്. അതായത് ഒരു പൊതു കൾച്ചർ, ഒരു കേരള കൾച്ചർ ആണല്ലോ അവർ ഉണ്ടാവുക. എല്ലാത്തരം ആൾക്കാരുണ്ടാവും, എല്ലാത്തരം രീതികളുണ്ടാവും, എല്ലാ മതത്തിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. അതിൽ നിന്ന് കുട്ടികളെ മാറ്റി, ഞാൻ പറയാറുള്ളത് പോലെ ചെറിയ കുഞ്ഞു കുരുന്നുകളെ മതജീവികളാക്കി വളർത്തിയെടുത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം അവർക്ക് ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന അപകടം പിടിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ്, പരിശീലന പരിപാടിയാണ് ഈ തിബിയാനും അല്ലെങ്കിൽ ഈ പറയുന്ന അൽ ഫിത്ര, അൽ ബിർ തുടങ്ങിയിട്ടുള്ള പല പരിപാടി. ഇത് പല സംഘടനകളും പല പേരുകളിലാണ് ഇത് കൊണ്ടു നടക്കുന്നത്. 3 വയസ്സ് 3.5 വയസ്സുള്ള കുട്ടികളെ മതജീവികളാക്കി വളർത്തിയെടുക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. ഇത് വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, മനുഷ്യർ എന്ന തിരിച്ചറിവില്ലാതെ കേവലമായിട്ടുള്ള മുസ്ലിമും അമുസ്ലിമും അല്ലെങ്കിൽ മുസ്ലിമും കാഫിറും എന്ന വേർതിരിവിൽ മനുഷ്യരെ ചെറുപ്പം മുതൽ കാണാൻ പഠിപ്പിക്കുന്ന വളരെ അപകടം പിടിച്ച ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതും അതില്ലാതാക്കേണ്ടതുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ ടീച്ചർ പറയുന്നത് തിബിയാനിൽ പഠിക്കുന്ന ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ, ആ കുട്ടികളോട് എന്തായാലും സ്കൂളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അതിൽ പങ്കെടുക്കേണ്ടതില്ല, അവർക്ക് അന്നേ ദിവസം സ്കൂളിൽ വരാൻ അനുമതിയില്ല. അതിന് കാരണം അവർ പറയുന്നത് എന്താ നോക്കൂ. അതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഇത്ര കാലം തിബിയാനെ കുറിച്ചും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അൽബിർ, അൽ ഫിത്ര പോലുള്ള സ്കൂളുകളുടെ അപകടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് ആ ടീച്ചർ ഏറ്റു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. തിബിയാൻ എന്ന് പറയണതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത്. അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക. അതുപോലെ മക്കള് പറഞ്ഞിരുന്നു പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ. അപ്പോ
നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ? നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ പ്രീ കെ ജിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവിടുന്നതിന് എന്തിനാ? ഒരു മുസ്ലിം കൾച്ചറിൽ വളർത്താനല്ലേ? അവർ മുസ്ലിം കുട്ടികൾ മാത്രമായിട്ട് വളരാനല്ലേ? മറ്റു മനുഷ്യരുടെ ആരാധന മീൻസ് രീതികളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവരുടെ സംസ്കാരം ഒന്നും പകരാതിരിക്കാനല്ലേ? നിങ്ങൾക്ക് വേണ്ടത് ഒരു മതജീവിയല്ലേ? ഒരു മനുഷ്യക്കുട്ടീനല്ലല്ലോ, ഒരു മതക്കുട്ടീനല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അതിനല്ലേ നിങ്ങൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തെ നഴ്സറികൾ കൊണ്ടുവന്നാക്കുന്നത്? എന്നിട്ട് ആ കൊണ്ടുവന്നാക്കിയ കുട്ടികൾക്ക് ഇവരിങ്ങനെ മറ്റുള്ള എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തി കുട്ടികളെ പ്രത്യേകം ഒരു മുസ്ലിം കമ്പാർട്ട്മെന്റിൽ വളർത്തി മുസ്ലിം പ്രാർത്ഥനകളും മുസ്ലിമായിട്ട് മുസ്ലിം എന്നൊരു ഐഡന്റിറ്റി മാത്രം ഊട്ടി ഉറപ്പിച്ച് മനുഷ്യനും മുസ്ലിം രണ്ടാണ് എന്നുള്ള ഫീലിംഗ് വരുത്തി മനുഷ്യരെ മുസ്ലിം എന്നും അമുസ്ലിം എന്നും മാത്രം കാണാവുന്ന രീതിയിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പരുവപ്പെടുത്തുന്ന ഈ കലാപരിപാടി ചെയ്യുന്ന രക്ഷിതാക്കൾ നിങ്ങൾ പട്ടുപാട വാങ്ങി കൊടുക്കുക ഓണത്തിന് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്യണിയിൽ എന്താ അർത്ഥം എന്നാണ് ടീച്ചർ ചോദിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യ കുഞ്ഞുങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ച് മതക്കുഞ്ഞുങ്ങളാക്കി തിരിച്ചെടുക്കുന്ന ഇൻക്യുബേറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടേണ്ടതാണ് എന്നാണ് ഈ സാന്ദർഭികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഇതൊക്കെയാണ് ഈ ടീച്ചേഴ്സിന്റെ രണ്ടുപേരുടെ സംസാരം. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെ വർഗീയവാദികളായിട്ടും മുദ്രകുത്തി ഇവർ വർഗീയതയാണ് പറയുന്നത്, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇത് ഇങ്ങനെ പറയണം എന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാർക്ക് പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ വിമർശനം വരുമല്ലോ എന്ന് പേടിയുള്ള കുറെ ആൾക്കാർ ഇപ്പം മിണ്ടാണ്ട് നിൽക്കുകയാണ്. അതിൽ പ്രധാനികൾ മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗിന് MSF-നൊക്കെ ഇത് തന്നെ പറയണ ആഗ്രഹമുണ്ട്. പക്ഷെ അവര് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയും ഒരു മതേതര മുന്നണിയുടെ ഭാഗമാവുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്കത് അങ്ങനെ പച്ചക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവര് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ചിലപ്പോൾ അവരൊക്കെ തന്നെ ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത് ഈ ടീച്ചേഴ്സിന്. പക്ഷെ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ? അവര് മതേതര പാർട്ടിന്റെ ആളല്ലേ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിന്റെ വക്താക്കളല്ലേ. MSF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പിന്നെ വിദ്യാർത്ഥി സംഘടനയല്ലേ. ഓർക്ക് ഇപ്പൊ മതേതരത്വത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പച്ചക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് വിളിക്കില്ലേ, മുദ്ര കുത്തില്ലേ എന്ന് പേടിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ ആൾക്കാരും MSF-ന്റെ ആൾക്കാർ യൂത്ത് ലീഗിന്റെ ആൾക്കാരൊക്കെ ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കണേ. അപ്പൊ അതിലുള്ള ഒരു കുസൃതിക്കാരൻ അദ്ദേഹം ഇതിനൊരു വേറെ ഒരു സൂത്രം കണ്ടെത്തി. അതാണ് രണ്ടാമത്തെ സൂത്രം. ഒന്നാമത്തെ സൂത്രം പച്ചക്ക് പറയാന്നുള്ളതാണ്. പച്ചക്ക് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. തീവ്രവാദം പറയുന്നത് വർഗീയവാദം പറയുന്നതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, പ്രതികരിക്കും, അത് പ്രതിഷേധം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട്. പക്ഷെ മറ്റേ ആൾ കണ്ടെത്തിയ സൂത്രം കുറച്ചുകൂടി നല്ല അടിപൊളി സൂത്രമാണ്. ആ സൂത്രം നമ്മൾ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഓണാഘോഷത്തെക്കുറിച്ചും നിലവിളക്ക് കൊളുത്തിനെ കുറിച്ചും ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അതിനുവേണ്ടി അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ളത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിലെ വാവര് പള്ളിയുമായി ബന്ധപ്പെട്ട് പിന്നെ മുസ്ലിം സമൂഹത്തിന് അത് തീരെ സഹിക്കാൻ പറ്റാത്ത രണ്ട് വിഭാഗം ആൾക്കാർക്കാണ് തീരെ സഹിക്കാത്തത്. ഒന്ന് തീവ്ര ഹിന്ദുത്വവാദികൾക്കും, രണ്ട് ഇവിടുത്തെ തീവ്ര വഹാബി തൗഹീദുകാർക്കും. ഈ രണ്ടാളുകൾക്കാണ് ശബരിമലയിലെ പരിസരത്തുള്ള വാവര് പള്ളി വലിയ പ്രശ്നമായിട്ട് വലിയ കൃമികടിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോ ഈ പിന്നെ പുറമേക്ക് ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദത്തിനൊക്കെ വക്താവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്ക് വർഗീയത പറയാൻ കെൽപ്പില്ലാത്ത ഒരു മുസ്ലിം ലീഗുകാരൻ തന്ത്രപരമായിട്ട് ഒരു സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവാദിയുടെ പിന്നെ കോന്തല പിടിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ വർഗീയത പറയാൻ ശ്രമിക്കുന്നതാണ് രണ്ടാമത്തെ സൂത്രം. അതിലേക്ക് നമ്മൾ കടക്കാം. അവിടെ അയ്യപ്പന്മാര് വന്ന് ശരണം വിളിച്ചുകൊണ്ട് ആ പാവല പള്ളിക്കകത്ത് കയറി പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അള്ളാഹു അല്ലാതൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് അയ്യപ്പന്മാർ കയറി ശരണം വിളിക്കുന്നത്. സ്വാമി ശരണമായാലും ശരി, അവർ സ്വാമി ശരണമായാലും ശരി, ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ? അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനാ ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു? അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം കൂടെ പറയാം. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് അയ്യപ്പന്മാർ പൈസ മാത്രം മതി. മാത്രമല്ല അവിടെ ഒരു നാളികേരം ഉടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് പള്ളിക്കകത്ത് നാളികേരം ഉടയ്ക്കാൻ. അപ്പൊ ഈ അയ്യപ്പന്മാരെ പറ്റിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ തിരിച്ച് കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും. ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ്? അവർക്ക് നിഷിദ്ധമല്ലേ? വിഗ്രഹാരാധന നിഷിദ്ധമാണ്. മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു മാത്രമാണ് ദൈവം. അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക, മറ്റൊരു വിശ്വാസത്തിനും പോകാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്ന തെറ്റാണ്. അവനെ മതത്തിൽ നിന്ന് പുറത്താക്കും. ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പച്ചക്ക് പറയാനുള്ള ധൈര്യമില്ല. ഏത് നേരത്തെ ഈ പള്ളിയുടെ പരിശുദ്ധി കളങ്കപ്പെടും എന്ന് ആശങ്കപ്പെടുന്ന ഹിന്ദുത്വവാദിയുടെ വേദനയും പ്രശ്നവും ശരിക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. ഇത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുന്ന ഈ എന്താണ് സോ കോൾഡ് സെക്കുലർ മതവാദിയും ഒരേ തൂവൽ പക്ഷികളാണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യമാണ്.
കാരണം മറ്റുള്ളവരെ വിശ്വാസത്തിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. അതായത് ബാബരി പള്ളിക്കെതിരെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വിശ്വാസപരമായിട്ടുള്ള ഒരു എതിർപ്പ് വർദ്ധിപ്പിക്കുക എന്നതാണ് സംഘപരിവാർ ഉയർത്തുന്ന ഒരു ശ്രമം. അതേ ശ്രമം ഇപ്പുറത്ത് ചെയ്യുന്നത് ആരാ? ഇതിനെ എതിർക്കുന്ന തീവ്ര വഹാബികൾ, ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുകാരെ അവർ പറയുന്ന ആശയങ്ങൾ മതപരമായി ശരിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ അത്ര പോലും വിവരം ഈ ബാബരി പള്ളിയും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യർക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ചെലവിൽ അത് ഒളിച്ചു കടത്തുകയാണ്. അത് രണ്ടുപേരും ചെയ്യുന്നത് ഒരേ സാധനമാണ്, ഒരേ കാര്യമാണ്. നമ്മൾ ഇതിന്റെ വിശ്വാസത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും നല്ലതായിട്ട് പറയുന്നത്. ഇവരൊക്കെ ഈ വർഗീയത പറയാൻ ഉപയോഗിക്കുന്ന ചില സൂത്രങ്ങളെ കുറിച്ച് നിങ്ങളെ മുന്നിൽ കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി തുടർന്ന് കേട്ടോളൂ. ശരിക്കും നമ്മൾ ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനൊന്നും പറ്റൂല. കാരണം പണം മാത്രമാണ്, അല്ലാതെ ഇസ്ലാമികപരമായിട്ട് ഒരു വിശ്വാസം അതിനൊരു സ്കോപ്പില്ല. നിങ്ങൾ കൃത്യമായി ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ നമ്മൾ വേറെ കോലത്തിൽ ചിത്രീകരിക്കുക. നിങ്ങൾ ശരിക്ക് അയ്യപ്പ ഭക്തര് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ശരിക്കും നിങ്ങളെ പറ്റിക്കപ്പെടുകയാണ്. അവിടെ ഭസ്മം തരേണ്ട ഒരു ആവശ്യം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല. പിന്നെ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ പൈസക്ക് വേണ്ടി മാത്രമാണ് കൂട്ടരെ. അത് നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാ പറഞ്ഞത്. ഞാൻ കപടത കാണിക്കുള്ള ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞുതരാം. നിങ്ങളെ ആചാരവുമായിട്ട് ഒരു ബന്ധമല്ല ഇതിന്. അപ്പൊ അയ്യപ്പ ഭക്തന്മാരോടാണ് അപ്പീല്. അതായത് നിങ്ങൾ വാവരസ്വാമിക്ക് പോകരുത്, അവിടെ തേങ്ങ ഉടക്കരുത്, അവിടെ ഭസ്മം വാങ്ങരുത്, അവിടെ പിരിവ് കൊടുക്കരുത്. ഇത് അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹം കൊണ്ട് നേരത്തെ ഇസ്ലാമിക വിശ്വാസത്തിൽ കളങ്കം വന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അയ്യപ്പന്മാരോട് അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്ന ഹിന്ദുത്വവാദിയുടെ ആ വാക്കുകൾ അതെത്ര ശരിയാണ്, അതെത്ര ചിന്തോദ്ദീപകമാണ് എന്നാണ് ഈ ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ഈ ഉസ്താദിന് അല്ലെങ്കിൽ ഈ വിശ്വാസിയുടെ പ്രശ്നം എന്താ? അയ്യപ്പന്മാർ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഏത് ബാബരി പള്ളിയിൽ പോയി തേങ്ങ ഉടച്ച് ഭസ്മം വാങ്ങി അവിടെ പിരിവിട്ടാൽ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുകയാണല്ലോ, അതെങ്ങനെ സഹിക്കും എന്നതാണ് ഈ സഹോദരന്റെ, ഈ മതസൗഹാർദ്ദ സഹോദരന്മാരുടെ പ്രശ്നം. മനസ്സിലായോ? ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. പച്ചക്ക് പറയാൻ ഇവർക്ക് പേടിയാണ്, ഇവർക്കൊരു മടി, ഒരു വൈക്ലഭ്യം. കേരളത്തിൽ ഇങ്ങനെ പച്ചക്ക് പറഞ്ഞാൽ വലിയ പൊങ്കാല കിട്ടും എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ വിഷമം ദൈന്യതയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാം. അപ്പൊ ഈ ഹിന്ദുത്വവാദി മുസ്ലിം പള്ളിയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ കളങ്കം വന്നു പോകുമല്ലോ എന്ന ഭയപ്പാടോടുകൂടി, എന്ന ഒരു ആശങ്ക, എന്നൊരു കരുതൽ, അതാണ് കരുതലാണ്. അത് ഒരു ഭാഗത്ത് ഹിന്ദുത്വവാദിക്ക് ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് അയ്യപ്പന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നു, ഇത്തരം ആചാരങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത്, അയ്യപ്പന്മാരുടെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ നിങ്ങളെ പറ്റിക്കാണ്, അയ്യപ്പന്മാരെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഹുണ്ടിയിൽ പൈസ ഇടരുത്, നിങ്ങൾ തേങ്ങ ഉടക്കല്ലേ, ഭസ്മം വാങ്ങല്ലേ എന്ന് പറയുന്ന രണ്ടാളുകൾ. ഇവർ വിചാരിക്കുന്നത് എന്നിട്ട് ഇയാൾക്ക് അറിയാം, നേരെ പച്ചക്ക് പറഞ്ഞാൽ വർഗീയവാദിയാണെന്ന് ചിത്രീകരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം പറയും എന്നൊക്കെ ഇയാൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ചീത്തപ്പേര് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം പ്രയോഗിക്കുന്നത് കേട്ടോ. എന്താ സൂത്രം? ഈ സൂത്രത്തെ കുറിച്ച് നിങ്ങൾ എന്താ അഭിപ്രായം? ഈ സൂത്രത്തിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ എത്ര മാർക്കാണ് ഈ രണ്ടുപേരുടെ ഈ സൂത്രത്തിന്? എനിക്ക് നിങ്ങളായിട്ട് മാനവ സ്നേഹം, മനുഷ്യ സ്നേഹം അങ്ങനെ ഊട്ടിയുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, അത് വേറെ വിഷയം. പക്ഷെ എനിക്ക് എന്റെ വിശ്വാസമുണ്ട്. ഞാൻ പിന്നെ നിങ്ങളെ മുമ്പിൽ വന്നുങ്ങാണ്ട് നിങ്ങളോട് വേറെ വിശ്വാസത്തെ പോലെയൊക്കെ ഇങ്ങനെ ആക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇന്റെ കപടത എത്രയെന്ന് അറിയങ്ങള്. ഇന്നെ പോലെ ഒരു കപടം വേറെ ഉണ്ടാവില്ല, അത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഈ ശബരിമല വിഷയത്തിൽ മാത്രമല്ല കേട്ടോ. അല്ല, നിങ്ങൾ ശരിക്കും കപടനാണ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ്. നിങ്ങളെ കാപട്യം നമ്മളിപ്പോ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നതാണ് കാപട്യം. ഈ കാണിക്കുന്നുണ്ടല്ലോ കാപട്യം, അതാണ് കാപട്യം. എന്താ കാപട്യം? നിങ്ങൾക്ക് ഇത് പച്ചക്ക് പറയാൻ വയ്യ, ഒരു മടി, ഒരു ജാതി. സുന്നികൾ പൊതുവേ സഹിഷ്ണുതയുള്ളവരാണെന്നും പൊതുവേ മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്, മുസ്ലിം ലീഗ് ആണെങ്കിൽ UDF-ന്റെ ഭാഗമായതുകൊണ്ട്, UDF ആണെങ്കിൽ ഒരു മതേതര പാർട്ടി ആയതുകൊണ്ട്, മുസ്ലിം ലീഗിന് മതേതര പാർട്ടി ആവല്ലാതെ തരമില്ലാത്തത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ മേലിൽ ഒരു ചീത്തപ്പേര് കേൾക്കണ്ടെന്ന് കരുതിയും കൊണ്ട് മുറുക്ക് പിടിച്ചിരിക്കുകയാണ്, കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞാൽ നമ്മള് പ്രശ്നത്തിലായി പോയാലോ എന്ന് പേടിച്ചിട്ട് മതസൗഹാർദ്ദത്തിനെതിരായി സംസാരിക്കുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന് ബേജാറുണ്ടാണ്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്നുണ്ടല്ലോ, ഇതാണ് നിങ്ങളെ കാപട്യം. നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും കാപട്യം. ഇപ്പൊ നിങ്ങളെ ഒരു സ്റ്റേജും ഇങ്ങനെ വരുമ്പോഴല്ലോ നിലവിളക്കും കൊണ്ട് ഇങ്ങനെ നിലവിളക്ക് കത്തിക്കുമല്ലോ, അത് നിങ്ങളെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ട് അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു മുസ്ലിം വന്നുകൊണ്ട് നിലവിളക്ക് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി കത്തിച്ചുമ്പോ നിങ്ങൾ ചോദിക്കണം ഓനോട്, അവിടെ ചെങ്ങായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഇലാഹില്ല, അന്റെ ഐശ്വര്യവും അന്റെ നന്മയും തിന്മയൊക്കെ തരുന്നത് അള്ളാന്റെ അടുത്ത് നിന്നാണ് വിശ്വസിക്കണേ
ഇജ്ജെന്തിനാ ചങ്ങായി ഞങ്ങളെ ആചാരപ്രകാരം വന്നുകാണ്ട് ഞങ്ങളെ മുമ്പിൽ മതേതരത്വം തെളിയിച്ചാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കത്തിച്ചാൽ നിൽക്കണം. ഞങ്ങൾക്ക് കുറച്ച് ഉസുറും പുളിയില്ല ചങ്ങായിന്ന് ഹൈന്ദവ സഹോദരങ്ങൾ തിരിച്ചു ചോദിക്കണം. ഇതെന്താ ഞങ്ങളെ പൊട്ടനാക്കുക? ഞങ്ങളെന്താ ഞങ്ങളെ മുമ്പിൽ എന്തിനാ എന്റെ ഈ കപടത? ഞങ്ങൾ പൊട്ടന്മാരൊന്നല്ല, അത് മനസ്സിലാക്കിക്കോന്ന് പറയാനുള്ള ആർജവും ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങൾ കാണിച്ചാല് കുറെ മാറ്റം ഉണ്ടാവും. അതെ, ഞങ്ങൾ പറഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരന്മാരെ നിങ്ങൾ പറഞ്ഞാളി, നിങ്ങൾ ചോദിച്ചാളി, നിങ്ങൾ എന്തിനപ്പോ ഇത് ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ എന്തിനപ്പോ നിലവുകൾ എത്തിക്കണം, നിങ്ങൾ എന്തിനാ ഇവിടെ തേങ്ങ പൊട്ടിക്കണത് എന്ന്, നിങ്ങൾ എന്തിനാ ഇവിടെ ഭസ്മം തരുന്നത്, ഇതിൽ ആയിലായിലുള്ള അല്ലേ നിങ്ങൾ ശബരിമല അയ്യപ്പന്മാര് ചോദിച്ചാളി. അത് നിങ്ങൾ ആർജവം ചോദിക്കുന്ന കുറെ മാറ്റം ഉണ്ടാവുന്നതാണ്. അവന്റെ ചങ്ങായിയെ നിലവിളക്ക് കത്തിച്ചു വെച്ചതിന്റെ ചുറ്റിലും ഇരുന്ന് കിതാബോധി പഠിച്ച മൊയ്ലിയന്മാര് ആണ് വയലു പറയുന്നത്. നിങ്ങളൊക്കെ ഉസ്താദ്മാരോട് ചോദിക്കി, പള്ളി ദർശന്ന് നിലവിളക്കിന്റെ വെളിച്ചം പോയിട്ട് എത്ര കാലായിന്ന്. ഉസറും പുളി കണക്കല്ലേ ചങ്ങായി വേണ്ടത് അല്ലേ? അനക്ക് പച്ചക്ക് ഇതൊന്നും പറയാൻ വയ്യ. ഇതൊക്കെ ഹിന്ദുക്കളുടെ ആചാരമാണ്, മുസ്ലിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ അവരുടെ ആചാരങ്ങൾ ചെയ്താൽ നമ്മൾ അവരിൽപ്പെട്ടവനായി പോകും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അംഗീകരിക്കൂല, അനുസരിക്കൂല. മുസ്ലിങ്ങളെ നിങ്ങൾ ആരും ചെയ്യരുത്. ഇതാണ് നിങ്ങൾ ആവശ്യം. അത് ചെയ്യുന്നത് ഇസ്ലാം അല്ല, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയണം. അത് പച്ചക്ക് പറയാൻ നിങ്ങൾക്ക് ഉസറും പുളിയില്ല. അതാണ് പ്രശ്നം. അപ്പൊ അതിന് ഏതോ ഒരു ഹിന്ദുത്വവാദിയുടെ വാക്കും കൂട്ടുപിടിച്ച് ശബരിമലയിലെ വാവരിസ്വാമിയുമായി ബന്ധപ്പെട്ട അത് അവിടുത്തെ ഒരു മുസ്ലിം ഒരു മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം പൂർണ്ണമായി തകർക്കാനുള്ള സംഘപരിവാറിന്റെ നരേശന്റെ കൊട പിടിച്ച് കുഴലൂതി അയാളുടെ ഹരഞ്ഞാണത്തിൽ ഊഞ്ഞാലാടിയിട്ടാണ് ഈ ചങ്ങാതി. അയാൾ പറയാണ് സ്വാമിമാരോട്, ഹിന്ദുക്കളോട് പറയണം, നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ആരും വരുമ്പോൾ നിൽക്കവിടെ നിലവിളക്ക് കൊളുത്താൻ അവിടെ നിൽക്ക് എന്ന് ഹിന്ദു സഹോദരൻ ചോദിക്കണം. ആരോട്? മുസ്ലിം സഹോദരനോട്. അല്ലാതെ ചങ്ങായി അണക്ക് ലായിലുള്ളതല്ലേ, അണക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് അവരോട് നിങ്ങൾ ചോദിക്കണം എന്ന്. അതിന്റെ അമ്മോ എന്തുകളെ എന്താ ചെയ്യാ? അല്ല ഗതികേട് എന്നൊക്കെ പറഞ്ഞ എന്താ ഇതൊക്കെ? എന്നിട്ട് അവൻ പറയാം, ഞാൻ ഇത് പറഞ്ഞാല് ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നി, എന്ത് തോന്നാൻ? എന്താ പറയാ, നീലത്തിൽ ചാടിയാൽ കുറുക്കൻ കൂവും, എത്രേ ഉള്ളൂ. മതേതര കുപ്പായം കതർ കുപ്പായം ഒന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, ഉള്ളിലുള്ളത് പുറത്തു വരും. പക്ഷെ അതിന് കൂട്ടുപിടിക്കണത് നോക്കണം നിങ്ങൾ. ശബരിമലയിലെ മുസ്ലിം അടയാളം, മതേതരത്വത്തിന്റെ പേര് അടയാളം കാണുമ്പോഴത്തേക്ക് അസഹിഷ്ണുത പൂണ്ട് അതൊക്കെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, ഏതിന് ഓണത്തിന് മഹാബലിയെ പോലും അപ്രസക്തരാക്കണം എന്ന് ചിന്തിക്കുന്ന, ഓണത്തിന് പകരം വാമന ജയന്തി ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങളുടെ ഈമാന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കൂട്ടുകൂടണം എന്ന് ഈ ചങ്ങാതി പറയുന്നത്. നല്ല കഥ. അതേമാതിരി തന്നെ ക്രിസ്മസിനൊക്കെ വന്ന് ഇങ്ങനെ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ക്രൈസ്തവ സമൂഹം ചോദിക്കണം, അല്ല ചങ്ങായി കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ്, ഇതല്ലേ നിങ്ങളെ ഖുർആൻ പറഞ്ഞത്? അപ്പൊ പിന്നെ വന്നുകൊണ്ട് അള്ളാഹുവിന് പുത്രന്മാരില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന അന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ദൈവപുത്രനായ യേശുവിന് കേക്ക് കട്ട് ചെയ്യാൻ എന്താ നിങ്ങളെ ആശയം എന്താണ്? എന്താ നിങ്ങൾ ഞങ്ങളെ മുമ്പിൽ കാബഡ്യം കൊണ്ട് ഞങ്ങളെ ഓട്ടയടക്കാൻ ശ്രമിക്കണം, ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കണം എന്ന് ചോദിച്ചാൽ തീരും കൂട്ടരെ ഈ പ്രശ്നം. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇങ്ങനെ ആചാരവുമായി ബന്ധപ്പെട്ട് വന്നുങ്ങാണ്ട് മതേതരത്വം തെളിയിച്ചാൻ വേണ്ടി പടാപ്പാട് വിടുന്ന അത്തരം ആൾക്കാരെ മുഖത്ത് നോക്കി ചോദിക്കണം, ഇത് ഞങ്ങളെ പൊട്ടന്മാരാക്കല്ലേ? ഇജ്ജ് ഞങ്ങളെ പൊട്ടന്മാരാക്കണ്ട. അന്റെ പോലെയുള്ള വർഗീയവാദികളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാനുള്ള പാങ്ങും പഠിപ്പും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഇജ്ജ് മനസ്സിലാക്കിക്കോ. അവസാനം കേക്ക്, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാകരുത്. ഇപ്പൊ ഓണം, ക്രിസ്മസ്, ശബരിമല, നിലവിളക്ക്, ഇത്രയായി. എന്നിട്ട് ഓന്റെ ഒരു കുൽസിതം ആലോചിച്ചോക്കി, ഒരു സുസ്കാന്തി ആലോചിച്ചോക്കി നിങ്ങള്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തമ്മിൽ മനുഷ്യ സ്നേഹം വേണം. ഇങ്ങക്ക് നിങ്ങളെ ആചാരം, ഇങ്ങക്ക് നിങ്ങളെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം ഒക്കെ നിലനിൽക്കുക. നമ്മൾ തമ്മിൽ വേണ്ടത് മനുഷ്യ സ്നേഹ. അല്ലാതെ ഇങ്ങളെ പൊട്ടന്മാരാക്കിങ്ങാണ്ട് ഇങ്ങളെ പൈസ ചൂഷണം ചെയ്യാനും നിങ്ങളെ വേറെ കുറെ സംഗതിക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് വന്നുങ്ങാണ്ട് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ ആചാരവുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്നുങ്ങാണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ ഇവരെയൊക്കെ കപടത ശരിക്ക് അതാണ് നിർത്തൂല്. മനുഷ്യ സ്നേഹമായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? നമുക്കൊക്കെ എത്ര സുഹൃത്തുക്കളുണ്ട് പല മതത്തിൽ വിശ്വസിക്കുന്നത്. ഏത് മതത്തിന്റെ ആശയം നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാലോ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചതിന് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഭസ്മം തരേണ്ട ഒരാവശ്യമല്ല. ഒരു മുസ്ലിം പള്ളിയിൽ നിന്നും അങ്ങനെ ഭസ്മം കൊടുക്കേണ്ട ഒരാവശ്യമല്ല. അത് കാപട്യമാണ്. ഓലെ കൃത്യമായി അവിടെ എഴുതി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനെതിരെ നിങ്ങളെ മുമ്പിൽ കപടത നടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങളത് അംഗീകരിക്കരുത്. 10 പൈസ വിഷയത്തിൽ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കരുത്, ദയവ് ചെയ്തിട്ട് കൊടുക്കരുത്. പിന്നെ പറഞ്ഞത് മാനവ സാഹോദര്യം, സാഹോദര്യം എന്ന് പുള്ളി പറഞ്ഞില്ല, മാനവ സ്നേഹം. ബലാവും വറവും അറിയാത്ത ആളൊന്നല്ല നിങ്ങളെന്ന് നമുക്കറിയാം, നിങ്ങളെ കാപട്യൊക്കെ നമുക്കറിയാം. സ്നേഹവും വെറുപ്പും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ അത്രയും സൂക്ഷ്മാർത്ഥത്തിൽ നിങ്ങളെ തൗഹീദിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലാവും വറാവും അറിയും, ഇല്ലേ? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വറുക്കുക.
വിഗ്രഹാരാധനയിൽ മുഴുകുന്ന ഒരാളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുക? അത് ചെയ്യാൻ പാടുണ്ടോ? അതും നിങ്ങളെ ദീനിനെതിരല്ലേ? ഈ ജാതി വർത്താനങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഈ കാപട്യം കാരണമാക്കുമെന്ന് മാത്രം സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു വെക്കാൻ. ഇയാളെ ബേജാർ എന്താ വെച്ചാൽ ഇയാൾക്ക് ഇതൊക്കെ പറയണമെന്നുണ്ട് പച്ചക്ക്, പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നമുണ്ട്. അതെന്താ അദ്ദേഹം പറയും? ഞാൻ പറയുന്ന ദീന ഞാൻ ഈ പറയുന്നത്, ഞാൻ പറയുന്നത് എന്റെ വിശ്വാസം അനുസരിച്ചുള്ള ദീന. ഞങ്ങൾക്ക് നുണ പറയില്ല. ഞാൻ മാലയിട്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുന്ന ഹൈന്ദവ ഭക്തന്മാരായ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അതാ വേണ്ടിയത്. അങ്ങനെ നിലവിളക്ക് കത്തിച്ചിനോടും ഈ പറഞ്ഞ മാതിരി ക്രിസ്തുമസിന്റെ അന്ന് വന്നുങ്ങാണ്ട് നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്തുങ്ങാണ്ട് ആ കുളത്തിലാക്കുന്നവരോടൊക്കെ നിങ്ങൾ ഈ നിലപാടിൽ തിരിച്ചാണ് ചോദിച്ചാണ്ടല്ലോ, ഇതൊരു കപടതയല്ലേ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. അങ്ങനെ പ്രതികരിച്ചോളി. അങ്ങനെ ചോദിക്കുക, പച്ചക്ക് ചോദിക്കാതെ എന്താ കുഴപ്പം? അപ്പൊ കുറെ ഇങ്ങനത്തെ സ്പൈഡർമാന്റെ സെഡി ഇട്ടുങ്ങാണ്ട് മതേതരത്വം തെളിയിച്ചാൽ വേണ്ടി ഞങ്ങൾ മതേതരനാണോ എന്ന് പറഞ്ഞാൽ സെഡി പുറത്തിട്ടുങ്ങാണ്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ദൈന്യത നടിച്ചിങ്ങാണ്ട് പോലെ എല്ലാവരും നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളെ ആചാരം, ഞമ്മക്ക് നമ്മളെ ആചാരം. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി. അത് നിങ്ങൾ തന്നെ ഒന്ന് പറയും പ്ലീസ്. ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ നിങ്ങളൊന്ന് സഹകരിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയാൻ ചെറിയൊരു ബൈക്ക് ക്ലബ് ഉണ്ട്, അത് നിങ്ങളൊന്ന് സഹകരിക്കണം. കേക്ക് മുറിക്കാൻ വരുന്ന കൂട്ടുകാരോട് നിങ്ങൾ പറയണം, എല്ലാ ചങ്ങായി കുലു അല്ലാഹു ആയത് ഓതുന്ന ആളല്ലേ, അടക്കെന്ത് യേശു പുത്രൻ പോ ചങ്ങായി എന്റെ കുടിക്ക് ഇജ്ജ് ഞങ്ങളെ ക്രിസ്മസ് ആഘോഷത്തിലും പങ്കെടുക്കണ്ട, ഇജ്ജ് ഞങ്ങളെ കേക്ക് വന്നൊന്ന് കടിക്കാൻ വരില്ലേ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മാറ്റി നിർത്തണം. നിങ്ങളത് ചോദിക്കണം എന്ന്. ഏത് ക്രിസ്ത്യാനികള് ആരെങ്കിലും ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി അവരുടെ സുഹൃത്തുക്കൾ മുസ്ലിം സഹോദരന്മാരെ വിളിച്ചിട്ട് അതിലെ കേക്ക് പീസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് വരുത്തിയിട്ട് ക്രിസ്ത്യാനികൾ ഓരോട് ചോദിക്കണം, അല്ല ചങ്ങായി കുലുവല്ല ഓതുന്ന ആളല്ലേ, അണക്കെന്ത് യേശു പുത്രൻ. അതുകൊണ്ട് ഇതൊക്കെ എന്റെ വിശ്വാസത്തിനെതിരല്ല. ഇജ്ജ് നിന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വരണ്ടാന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിന്നാണേ. ഗതികേടെന്ന് ആലോചിച്ചോക്ക്, ഓരോ വർഗീയവാദികളുടെ ഗതികേടെന്ന് ആലോചിച്ചോക്ക്. ഓരോ സ്പൈഡർമാന്റെ നിക്കർ, പച്ച നിക്കർ, മുഖത്ത് മാസ്ക് പോലെ കിടക്കാണ്. എന്നിട്ടാണ് ഓരോരോ വർഗീയവാദികളുടെ ഗതികേട് ആലോചിക്കുക. ഇയാൾ തന്നെ പറയണ്ടേ, ഇയാൾ പറഞ്ഞ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഇവരോട് കണ്ടു കാര്യമില്ല. ഇവരോട് പറയുമ്പോ എന്താ പറയാ, നമ്മളിപ്പോ വഹാബിയാവും മറ്റേ ഖുറാഫിയാവും ഇങ്ങനെയൊക്കെ ഞങ്ങളെ അടിയിൽ ഭയങ്കര വേറെ കുറെ പ്രശ്നമുണ്ട്. ഇത് ദീനായിട്ട് ഒരു ബന്ധമല്ല. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയാം. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ആ ചിന്ത കിട്ടും. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് ഇവർ നിങ്ങളെ മുമ്പിൽ ഈ കാട്ടി കൂട്ടുന്ന കോപ്രായങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഞാൻ വെറുതെ പറയല്ല. ഏതായാലും ഇത് ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കാര്യം. ഏതായാലും ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ പറഞ്ഞാൽ ഇന്നെ വർഗീയവാദിയാക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയണം. ഓണാഘോഷിക്കാൻ വരുന്ന മുസ്ലിം സുഹൃത്തുക്കളോട് നിങ്ങൾ പറയണം, ഇതൊന്നും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റൂല, നിങ്ങൾ പൊയ്ക്കോളി ചങ്ങായിമാരെ. നിങ്ങൾ ഈ ഓണത്തിന്റെ പായസോ സദ്യ ഒന്നും കുടിക്കാൻ നിൽക്കില്ല, നിങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് ഓരെ പറഞ്ഞയക്കുക. ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ വരുന്ന സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ഉലവെള്ള ഓതന അല്ലെങ്കിൽ പോയി കണി പോവാ പറയാം. എന്നിട്ട് നിലവിളക്ക് കത്തിക്കാൻ വരുമ്പോൾ ഇത് നിങ്ങളെ ആചാരമല്ലേ, എന്തിനാ നിങ്ങൾ കത്തിക്കണമെന്ന് നിലവിളക്ക് കത്തിക്കാൻ മുന്നോട്ട് വരുന്ന മുസ്ലിമിന്റെ അടുത്ത് അയാളെ മാറ്റി നിർത്തി അവൾ ചോദ്യം ചോദിക്കണമെന്ന്. നിങ്ങൾ എന്തിനാ ഈ മതേതര നാടകം ആടുന്നത്? നിങ്ങൾ മാറിക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് തെറ്റല്ലേന്ന് ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാര് മുസ്ലിങ്ങളോട് ചോദിക്കണം. ഈ വർഗീയവാദിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം പോലും. ഇയാൾക്ക് ഇത് പറഞ്ഞാൽ ഇയാളെ ആരെങ്കിലും വർഗീയവാദി എന്നാക്കും, വഹാബി എന്ന് വിളിക്കും, ഖുറാഫി എന്ന് വിളിക്കും. നമുക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞത്. ഈ ജാതി ഓരോരോ സാധനങ്ങളെ ആലോചിച്ച് നോക്കി ഇവരുടെ ഗതികള്. പച്ചക്ക് വർഗീയത പറയാൻ പോലുള്ള ആർജവമില്ലാത്തായി പോയി. എന്താ ചെയ്യാം? അപ്പൊ അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം.